ഈശ്വരോപാസന എങ്ങനെയാണ് ഓരോ യുഗത്തിലും ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ധ്യാനമാം കൃതയുഗേ, യജ്ഞമാം ത്രേതായുഗേ, അർച്ചനം ദ്വാപരയിൽ, കീർത്തനം കലിയിങ്കൽ. ഓരോ യുഗത്തിലും എങ്ങനെയായിരിക്കണം ഈശ്വരോപാസന? ധ്യാനമാം കൃതയുഗേ, കൃതയുഗത്തിൽ ധ്യാനം, തപസ്സിനായിരുന്നു പ്രാധാന്യം. യജ്ഞമാം ത്രേതായുഗേ, ത്രേതായുഗം ശ്രീരാമന്റെ കാലഘട്ടത്തിൽ യജ്ഞം, പുത്രകാമേഷ്ടി മുതലായ യാഗത്തിനായിരുന്നു പ്രാധാന്യം. അർച്ചനം ദ്വാപരയിൽ, കൃഷ്ണന്റെ കാലഘട്ടത്തിൽ അർച്ചന, പുഷ്പാഞ്ജലി ചെയ്യുന്നതിനായിരുന്നു പ്രാധാന്യം. കീർത്തനം കലിയെങ്കിൽ, ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത്? തപസ്സിന് പ്രാധാന്യമില്ല, യജ്ഞത്തിന് പ്രാധാന്യമില്ല, പുഷ്പാഞ്ജലി പുഷ്പാർച്ചനയ്ക്ക് പ്രാധാന്യമില്ല. ഓരോ ഭക്തനും നാമജപം ചെയ്യുക, ഇതാണ് മഹർഷി നമ്മളോട് പറയുന്നത്. കീർത്തനം, നാമസങ്കീർത്തനമാണ് ഏറ്റവും വലുത്. നാമജപം പോലെ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന ലളിതവും ഫലപ്രദവുമായ ഉപായം മറ്റൊന്നില്ല. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഗീതോപദേശ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്. എന്തുകൊണ്ടാണ്? നാമസങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് അവിടെ ഹിംസ വരുന്നില്ല. ഒരു യജ്ഞം ചെയ്യുന്ന സമയത്ത് ഒരു പശുവിനെ കൊല്ലേണ്ടി വരും. പശുവിൻ്റെ വപയെടുത്ത് അത് പ്രത്യേകം അനുഷ്ഠാനമുണ്ട്. നാമസങ്കീർത്തനത്തിൽ ഒരു ഹിംസയും വരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ യജ്ഞം ജപയജ്ഞമാണ്. അർജുന, നീ നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇനി എന്തിനു വേണ്ടിയാണ് ലളിതാ സഹസ്രനാമത്തിൽ ലളിതാദേവി അവതരിച്ചത്? ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. ഇത് രണ്ട് ഗ്രന്ഥങ്ങളിലും, ലളിതോപാഖ്യാനത്തിലും ലളിതാ സഹസ്രനാമത്തിലും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ 4 നാമങ്ങളാണ്. ഭണ്ഡ പുത്രവധോദ്യുക്ത, ഭണ്ഡ സൈന്യവധോദ്യുക്ത, ഭണ്ഡാസുരവധോദ്യുക്ത, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. ഭണ്ഡ ശബ്ദം കൊണ്ട് 4 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. ഈ ഭണ്ഡൻ എന്ന് പറഞ്ഞത് ആരായിരുന്നു? കാമദേവൻ ശിവന്റെ തപസ്സിളക്കുവാൻ വേണ്ടി, താരകാസുരനെ കൊല്ലുവാൻ വേണ്ടി, ശിവന്റെയും പാർവതിയുടെയും പുത്രൻ ജനിക്കണം, സുബ്രഹ്മണ്യൻ ജനിക്കുവാൻ വേണ്ടി ശിവന്റെ തപസ്സിളക്കണം, ശിവനും പാർവതിയും തമ്മിൽ കൂടിച്ചേരണം. അതിനുവേണ്ടി ശിവന്റെ മുമ്പിൽ കാമദേവൻ ചെന്ന് നിന്ന സമയത്ത് ശിവന് മനസ്സിലായി, എൻ്റെ തപസ്സിളക്കുവാൻ വന്നവനാണ് ഇവൻ. തൃക്കണ്ണിൽ നിന്നും അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു. കാമദേവൻ ചാരമായി മാറി. ഈ ചാരമായി മാറിയ ആ ചാരത്തെ ചിത്രസേനൻ എന്ന് പറയുന്ന ഒരു ഗണേശ്വരൻ, ഗണനായകൻ, ആ ചാരം മുഴുവൻ വാരിക്കൂട്ടി ഒരു പുരുഷ രൂപത്തിലാക്കി. പരമശിവൻ ഈ ചാരത്തെ നോക്കിയ സമയത്ത് അതിന് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ രൗദ്രമായിരിക്കുന്ന ദൃഷ്ടിയോടുകൂടി നോക്കിയ സമയത്ത് ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടിയെ ബ്രഹ്മാവ് ഭണ്ഡൻ ഭണ്ഡൻ എന്ന് പേര് വിളിച്ചു. ഭണ്ഡൻ എന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്നർത്ഥം. ഇങ്ങനെ ഒരു കുട്ടിയെ ജനിപ്പിച്ചത് മണ്ടത്തരമായി പോയി എന്ന അർത്ഥത്തിലാണ് ഭണ്ഡൻ ഭണ്ഡൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഭണ്ഡാസുരൻ. ഇങ്ങനെ ചിത്രസേനൻ ശതരുദ്രീയം ഉപദേശിച്ചു കൊടുക്കുകയും ഇത് ജപിച്ച് തപസ് ചെയ്യുകയും ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ശിവൻ വരം കൊടുക്കുകയാണ്. എന്താണ് വേണ്ടത്? അപ്പോൾ എൻ്റെ മുമ്പിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ പകുതി ബലം എനിക്ക് കിട്ടണം. ഇതായിരുന്നു വരം. ഈ വരം കൊടുത്തു. ഭണ്ഡാസുരൻ ദേവന്മാരെയും മനുഷ്യരെയും ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു. സജ്ജനങ്ങളെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ ആഡംബര സമന്വിതമായിരിക്കുന്ന ഒരു ജീവിതമാണ് ഭണ്ഡാസുരൻ്റെ. ദേവന്മാർ സേവകന്മാരാണ്. ഈ സമയത്ത് ലോകത്തിൽ അധർമ്മമാണ് വിളയാടിയത്. മഹാവിഷ്ണു ഈ സമയത്ത് മായാദേവിയോട് പറയുകയാണ്, ഒരു മായാരൂപത്തിൽ, സുന്ദരിയുടെ രൂപത്തിൽ പോയി ഈ ഭണ്ഡാസുരൻ്റെ ഭരണം നശിപ്പിക്കണം. ഇങ്ങനെ അപ്സരസ്സുകളെയും കൊടുത്തു. അപ്സരസ്സുകളും ദേവിയും, മായ രൂപത്തിൽ വന്ന ദേവിയും കൂടി പോയി ഭണ്ഡാസുരൻ്റെ ഭരണചക്രം മുഴുവൻ തകർത്തു. ഈ സമയത്ത് ശുക്രാചാര്യൻ പറയുന്നുണ്ട്, ഇത് ഏറ്റവും ദോഷ സമയമാണ്, നമ്മൾ തീവ്രമായിരിക്കുന്ന തപസ് ചെയ്യേണ്ട സമയമാണ്.
മഹാത്രിപുരസുന്ദരി അവതരിക്കണം ഈ സമയത്ത്. അതിനുവേണ്ടി നാരദൻ ദേവേന്ദ്രനോട് പറയുകയാണ്, നിങ്ങൾ പോയി ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക. ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുവാൻ വേണ്ടി ദേവന്മാരും ദേവേന്ദ്രനും കൂടി പോയി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാരുടെ നീക്കം അറിഞ്ഞു ശുക്രാചാര്യൻ. ഈ ഇപ്പോഴത്തെ അവസ്ഥിതി എന്താണെന്നുള്ളത് അറിയിച്ചു. ഭണ്ഡൻ സൈന്യസമേതം പോയി ദേവന്മാരുടെ തപസ്സിളക്കാൻ നോക്കി. പരാശക്തി മായ കൊണ്ട് മതിൽ കെട്ടി സംരക്ഷിച്ചു ദേവന്മാരെ. ഭണ്ഡാസുര സൈന്യം പരാജയപ്പെട്ടു. പക്ഷേ ദേവി അവിടെ അവതരിച്ചില്ലായിരുന്നു. ഇനി വീണ്ടും ഈ ഭണ്ഡാസുര സൈന്യം തിരിച്ചു വന്ന് നമ്മളെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കി ദേവേന്ദ്രൻ മറ്റുള്ള ദേവതമാരോട് പറയുകയാണ്, നമ്മൾ വലിയൊരു യാഗം ചെയ്യണം. ഇത് 2 ഗ്രന്ഥങ്ങളിലും വ്യക്തമായി പറയുന്നുണ്ട്. യോജന വിസ്തീർണമുള്ള ഒരു ഹോമകുണ്ഡം, ഒരു യാഗകുണ്ഡമാണ് അവർ തയ്യാറാക്കിയത്. നെയ്യ്, ഹവിസ് മുതലായ എല്ലാ ദ്രവ്യങ്ങളും ഹോമകുണ്ഡത്തിൽ അർപ്പിച്ചു. സാക്ഷാൽ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദേവന്മാർ ഇങ്ങനെയൊരു ഹോമകുണ്ഡത്തിൽ ഹവിസ് മുതലായവ അർപ്പിച്ചത്. വ്യത്യസ്തമായ ദ്രവ്യങ്ങൾ മുഴുവനും അർപ്പിച്ചതിന് ശേഷവും ദേവി ആവിർഭവിക്കുന്നില്ല. ഈ സമയത്ത് ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും മാംസം പറിച്ചെടുത്തുകൊണ്ട് ഹോമിച്ചു. അതിനുശേഷവും ദേവി അവതരിക്കുന്നില്ല. എല്ലാ ദേവന്മാരും കൂടി തീരുമാനിക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ മനുഷ്യ ശരീരം മുഴുവനുമായി ഹോമകുണ്ഡത്തിലേക്ക് ദേവിക്ക് വേണ്ടി അർപ്പിക്കാം. ഈ സമയത്ത് ദേവന്മാരുടെ മമതയും ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന ഭാവവും മാറി ചിദഗ്നികുണ്ഡ സമൂഹ, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിലേക്ക്, അറിവാകുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ദേവന്മാർ മഹാമാംസം ഹോമിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ ശരീരം മുഴുവനും ഹോമിക്കാൻ തീരുമാനിച്ച സമയത്താണ് ചതുർബാഹു സമന്വിത, 4 കൈകളോടുകൂടി, ഉദ്യദ്ഭാനു സഹസ്രാഭ, 1000 സൂര്യൻ്റെ പ്രഭയോടുകൂടി, 1000 ചന്ദ്രൻ്റെ ശീതളിമയോടുകൂടി ഒരു തേജപുഞ്ചം അവിടെ ഉണ്ടായി. ഒരു അഗ്നി തേജസ് ഉണ്ടായിരിക്കുന്നു. ഈ തേജസ്സിൻ്റെ താഴെ ഒരു ചക്രം ദേവന്മാർ കണ്ടു. ആ തേജമധ്യത്തിലുള്ള ചക്രത്തിൽ ദേവി നിൽക്കുന്നതായിട്ട് കണ്ടു. എങ്ങനെയാണ്? ചതുർബാഹു സമന്വിത, 4 കൈകളോട് കൂടിയ ദേവിയാണ്. ഈ ദേവി ആ ദേവന്മാരുടെ മനുഷ്യ ശരീരം പറിച്ചെടുത്തു കഴിഞ്ഞ് വികൃതമായിരിക്കുന്ന ശരീരം മുഴുവനും പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു. ഈ ദേവിയാണ് സാക്ഷാൽ ത്രിപുരസുന്ദരി. മഹാത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവിയാണ് അവിടെ അവതരിച്ചത്. പെട്ടെന്ന് തന്നെ ഈ ദേവിയെ മനുഷ്യർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. അമാനുഷിക തലത്തിലുള്ള ദേവന്മാർക്ക് മാത്രമേ ഈ ത്രിപുരസുന്ദരിയെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദേവന്മാർ എന്ത് ചെയ്തു? ലളിതാസ്തവരാജം എന്ന് പറയുന്ന സ്തോത്രം ചൊല്ലി മഹാത്രിപുരസുന്ദരിയെ ലളിതാദേവിയാക്കി മാറ്റി. ലാളിത്യമുള്ള, സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കുവാൻ വേണ്ടി, സാക്ഷാത്കരിക്കുവാൻ വേണ്ടി, അമാനുഷിക തലത്തിൽ ഉപാസന ചെയ്യുന്ന സാധകന്മാർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന മഹാത്രിപുരസുന്ദരിയെ സാധാരണക്കാരായ മനുഷ്യർക്ക് അനുഭവിക്കുവാൻ വേണ്ടി ദേവന്മാർ ലളിതാദേവിയാക്കി മാറ്റി. ആ ലളിതാദേവിയുടെ 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. ലളിത എന്ന പദത്തിന് എല്ലാവരുടെയും മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന ദേവി എന്നർത്ഥം, ലോകത്തിൽ മുഴുവനും വസിക്കുന്ന ദേവി എന്നർത്ഥം, എല്ലാ ദിക്കിലും ലാളിത്യത്തോടുകൂടി വസിക്കുന്നവൾ എന്നർത്ഥം. ത്രിപുരസുന്ദരി അമാനുഷിക തലമാണ്, ലളിതസുന്ദരി മാനുഷിക തലമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ദേവി അവതരിച്ചത്? ദേവകാര്യ സമുദ്യത. ചതുർബാഹു സമന്വിതയായിരിക്കുന്ന ദേവി, 4 കൈകളോടുകൂടിയ ദേവിയാണ് ഹോമകുണ്ഡത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും ആവിർഭവിച്ചത്. ഉദ്യദ്ഭാനു സഹസ്രാഭയാണ്. പിന്നെന്തിനു വേണ്ടിയാണ്? ദേവകാര്യ സമുദ്യത. ദേവന്മാരുടെ കാര്യം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത്. ദേവന്മാർ ആരെല്ലാമാണ്? 2 സാമാന്യാർത്ഥവും വിശേഷാർത്ഥവും നമ്മൾ മനസ്സിലാക്കുക. സാമാന്യാർത്ഥം പറയുമ്പോൾ
സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വിഷ്ണു, ദേവേന്ദ്രൻ, ഇവരാണ് ദേവന്മാർ. ഈ ദേവന്മാരുടെ കാര്യം സാധിക്കുവാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത്. ദേവന്മാരുടെ കാര്യം സാധിക്കുവാൻ പറ്റുന്നില്ല. ശുംഭൻ, നിശുംഭൻ, മധു, കൈടഭൻ, ധൂമ്രലോചനൻ, രക്തബീജൻ, മഹിഷൻ, ഭണ്ഡൻ മുതലായ അസുരന്മാര് ദേവന്മാരെ ശല്യം ചെയ്യുന്നു. ആ ശല്യം ഒഴിവാക്കുവാൻ വേണ്ടി, അവരുടെ ശല്യം മാറ്റിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത്. ഇതിൻ്റെ സാമാന്യേനയുള്ള അർത്ഥമാണ്. ഈ സാമാന്യ അർത്ഥം കൂടാതെ വിശേഷാർത്ഥവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ദേവന്മാരെന്ന് പറയുന്നത്, ആ ദേവൻ എന്ന പദത്തിന് ഇന്ദ്രിയം എന്നർത്ഥം. ഓരോ മനുഷ്യ ശരീരത്തിലും കയ്യ്, കാല് മുതലായ ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇത് കർമ്മേന്ദ്രിയങ്ങളാണ്. നാക്ക്, മൂക്ക്, തൊലി, കണ്ണ്, ചെവി മുതലായവ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 10 അവയവങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. ഈ 10 അവയവങ്ങളെ, ആ അവയവങ്ങളുടെ കർത്തവ്യം ചെയ്യുവാൻ ചില അസുരന്മാർ സമ്മതിക്കുന്നില്ല. ഓരോ അവയവത്തിനും എന്ന് പറയുന്നത്, വലത് കണ്ണ് സൂര്യനാണ്, ഇടത് കണ്ണ് ചന്ദ്രനാണ്, മനുഷ്യന്റെ വാക്ക് അഗ്നിയാണ്, നാക്ക് എന്ന് പറയുന്നത് വരുണനാണ്, നാസിക അശ്വിനി ദേവന്മാരാണ്, ചെവി ദിക്പാലകന്മാരാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ മൊത്തം 10 പേരുണ്ട്. ഇതിൽ മധു എന്ന് പറയുന്നത് മദ്യാസക്തിയുടെ പ്രതീകമാണ്. കഞ്ചാവ്, ലഹരി, മദ്യം മുതലായവ മധു എന്ന ആ അസുരൻ മനുഷ്യ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യന് മദ്യം കഴിക്കുവാൻ തോന്നുന്നത്. കൈഡഭൻ എന്ന് പറയുന്ന അസുരൻ അത്യാസക്തിയുടെ പ്രതീകമാണ്. മധു എന്ന് പറയുന്ന ആ അസുരൻ ജനിച്ച സമയത്ത് തന്നെ എനിക്ക് മധു വേണം, എനിക്ക് മധു വേണം എന്നാണ് പറഞ്ഞത്. എനിക്ക് മദ്യം വേണം, മദ്യം വേണം. കൈഡഭൻ എന്ന് പറയുന്ന അസുരൻ കീടമാണ്, ഒരു പുഴുവായിട്ടാണ് ജനിച്ചത്. കീടം, അതാണ് കൈഡഭൻ എന്ന് പേര്. ആ കീടം ദേവിയുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, വിട്ടുപോകുന്നില്ല. അതാണ് അറ്റാച്ച്മെന്റിന്റെ പ്രതീകം, ആസക്തിയുടെ പ്രതീകമാണ് കൈഡഭൻ. ഇത് നമ്മളുടെ മനുഷ്യ ശരീരത്തിന്റെ അകത്തുണ്ട്. പേര് തന്നെ, ആ പേരിന്റെ അർത്ഥം അന്വർത്ഥമാണ് ഈ ഓരോ അസുരന്മാർക്കും ഉള്ളത്. മഹിഷൻ എന്ന് പറയുന്നത് മൃഗീയ വാസനയുടെ പ്രതീകമാണ്. ശുംഭൻ ശുംഭതരം, അവന്റെ വായിന്ന് വരുന്നത് ശുംഭതരമാണ് നമ്മൾ പറയും. ഇതും എൻ്റെ ശരീരത്തിൻ്റെ അകത്തുണ്ട്. മണ്ടത്തരം, നിശുംഭൻ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമാണ്, വലിയ പൊങ്ങച്ചക്കാരനാണ് ഞാൻ എന്ന് ചിലർ പറയുന്നുണ്ട്. ധൂമ്രലോചനൻ കോപത്തിന്റെ പ്രതീകമാണ്. ധൂമ്രം എന്ന് പറഞ്ഞാൽ ചുമപ്പ് എന്നർത്ഥം. ലോചനം കണ്ണ്, ചുവന്ന കണ്ണുള്ള അസുരൻ. എനിക്ക് കോപം വരുന്ന സമയത്ത് എൻ്റെ കണ്ണ് ചുവന്നു വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് കണ്ണ് ചുമക്കുന്നത്? എനിക്ക് കോപം വരുന്ന സമയത്താണ്. ഈ അസുരൻ എൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ളതാണ്. രക്തബീജൻ, അനന്തമായിരിക്കുന്ന കർമ്മവാസനയുടെ പ്രതീകമാണ് രക്തബീജൻ. ആ രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ ആവശ്യപ്പെട്ട വരം എന്തായിരുന്നു? ദേവിയോട് ആവശ്യപ്പെട്ടത്, എൻ്റെ മുമ്പിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവിക ശക്തിയാണ്, ദൈവിക ബുദ്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യ സഹജമായ ഈ ആസുരിക ശക്തികളെ, മനുഷ്യൻ സഹജമായിരിക്കുന്ന ഓരോ മനുഷ്യനിലുമുള്ള ഈ അസുരശക്തികളെ ഈശ്വരന്മുഖമാക്കി മാറ്റുക. ഇതാണ് മഹർഷി നമ്മളോട് പറയുന്നത്. അവയുടെ സ്വഭാവം മാറുന്നതായിരിക്കും. കാമനകളുടെ സ്വഭാവം മാറും. ഇവിടെ അയുക്തകാമം, യുക്തകാമം. ആ കാമദേവൻ എന്ന് പറയുന്നത് യുക്തകാമമായിരുന്നു. ഭണ്ഡാസുരൻ അയുക്തകാമമാണ്. ഭണ്ഡാസുരൻ വരം ആവശ്യപ്പെട്ടത്, എൻ്റെ മുമ്പിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ പകുതി ബലം എനിക്ക് കിട്ടണം. അവർ സമ്പാദിച്ചിരിക്കുന്ന തപശക്തി കൊണ്ട് സമ്പാദിച്ച ആ ശക്തിയുടെ പകുതി എനിക്ക് കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. ഇത് അയുക്തകാമമാണ്. ഇങ്ങനെയുള്ള അയുക്തകാമത്തിന്റെ പ്രതീകാത്മകത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇത് നശിപ്പിച്ചു കളയണം. ആ ലളിതോപാഖ്യാനത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ ഭണ്ഡൻ ദേവിയും തമ്മിലുള്ള അസ്ത്രപ്രത്യസ്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഭണ്ഡൻ പ്രയോഗിച്ചത് അന്ധതാമിശ്രം എന്ന് പറയുന്ന ആ അസ്ത്രമാണ്.
ഈ അസ്ത്രം പ്രയോഗിച്ച സമയത്ത് മുഴുവൻ ഇരുട്ടായി, കൂരാക്കൂരി ഇരുട്ടായി പോയി, ഒന്നും കാണാൻ പറ്റുന്നില്ല. ശക്തിയുടെ സേനയ്ക്കൊന്നും കാണാൻ പറ്റാതെയായി. ഈ സമയത്ത് ദേവി സൂര്യാസ്ത്രം പ്രയോഗിച്ചു, പ്രകാശമാനമാക്കി. അതിനുശേഷം ഭണ്ഡൻ പ്രയോഗിച്ചത് പാഷണ്ഡാസ്ത്രമാണ്. പാഷണ്ഡം എന്ന് പറഞ്ഞാൽ പാപാസ്ത്രം, വൈദിക ധർമ്മത്തെ മുഴുവനും ലംഘിക്കുന്ന അസ്ത്രമാണ് പാഷണ്ഡാസ്ത്രം. പാപത്തെ ദാനം ചെയ്യുന്നതാണത്. അതിന് പകരം ഗായത്രി അസ്ത്രമാണ് ദേവി പ്രയോഗിച്ചത്. ദുഷ്കൃതം മാറുവാൻ വേണ്ടി സുകൃതമായിരിക്കുന്ന ഗായത്രി മന്ത്രം ജപിക്കണം എന്നത് അതിൻ്റെ വിശേഷാർത്ഥം. അതിനുശേഷം ഭണ്ഡൻ അന്ധാസ്ത്രമാണ് പ്രയോഗിച്ചത്. ദേവി ചക്ഷുഷ്മതി അസ്ത്രം പ്രയോഗിച്ചു. ചക്ഷുഷ്മതി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അന്ധാസ്ത്രം കാണാൻ പറ്റാത്ത, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിൽ അവിടെ മൂടിക്കളഞ്ഞു ഭണ്ഡാസുരന്റെ സൈന്യം. ശക്തിസേനയ്ക്കൊന്നും കാണാൻ പറ്റാതെയായി. ഈ സമയത്താണ് ദേവി ചക്ഷുഷ്മതി എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചത്. എത്ര ദൂരെ ഇരിക്കുന്ന ഒരു കാര്യവും ചക്ഷുഷ്മതി എന്ന് പറയുന്ന ഒരു മന്ത്രമാണത്. ഈ മന്ത്രം നിത്യവും ജപിക്കുകയാണെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. അതാണ് ചക്ഷുഷ്മതി മന്ത്രം. ഈ പറയുന്ന ദേവി ഉപയോഗിച്ച പ്രത്യസ്ത്രങ്ങൾ മുഴുവനും ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി. ഭണ്ഡൻ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു, ദേവി പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഇത് അമ്പ് എടുത്ത് വിടുകയല്ല, ഇതെല്ലാം മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ ഈ അകത്തിരിക്കുന്ന അസുരന്മാരെ നമുക്ക് തന്നെ കൊല്ലാൻ പറ്റും. ഇതാണ് മഹർഷിമാർ നമ്മളോട് പറയുന്നത്. ഭണ്ഡൻ പിന്നീട് പ്രയോഗിച്ചത് ശക്തിനാശാസ്ത്രം. ശക്തിസേന, ദേവിയുടെ സേനയ്ക്കുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു ഭണ്ഡാസുരൻ. ഈ സമയത്ത് ദേവി എന്ത് ചെയ്തു? ഗാന്ധർവാസ്ത്രം പ്രയോഗിച്ചു. ഇച്ഛാദികളെ സൃഷ്ടിക്കുന്ന, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളെ സൃഷ്ടിക്കുന്ന ഗാന്ധർവാസ്ത്രം ദേവി പ്രയോഗിച്ചു. അതിനുശേഷം അന്തകാസ്ത്രം, ശക്തിസേനയുടെ സേനകളെ മുഴുവനും നശിപ്പിക്കുന്ന അസ്ത്രമാണ്. ഈ അസ്ത്രം പ്രയോഗിച്ചതോടുകൂടി ദേവിയുടെ സേനകളും കുറെ പേരും മരിച്ചുപോയി. പെട്ടെന്ന് തന്നെ ദേവി എന്ത് ചെയ്തു? മൃത്യുഞ്ജയാസ്ത്രം പ്രയോഗിച്ചു. ഈ മൃത്യുഞ്ജയാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ഇതാണ് മൃത്യുഞ്ജയാസ്ത്രം അഥവാ മൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മരണത്തെ ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം സർവാസ്ത്ര സ്മൃതി മന്ത്രം, സർവാസ്ത്ര സ്മൃതി നാശന മന്ത്രം. ഭണ്ഡാസുരൻ പ്രയോഗിച്ചത് ദേവിയുടെ സേനകൾക്ക്, ആ സേനകളുടെ കയ്യിലുള്ള അസ്ത്രങ്ങളുടെ ഓർമ്മ കിട്ടാൻ പാടില്ല. ഓരോ ശക്തി ഓരോ അസ്ത്രത്തിനും ഉണ്ട് എന്ന ധാരണ ഇല്ലാതെയാക്കി ഭണ്ഡാസുരൻ. പെട്ടെന്ന് ദേവി ധാരണാസ്ത്രം എന്ന് പറയുന്ന ധാരണ മന്ത്രത്തെ പ്രയോഗിച്ചു. അതിനുശേഷം ഭയാസ്ത്രം, സേനകൾ മുഴുവനും പേടിച്ചു വിറയ്ക്കുന്ന ഒരസ്ത്രമാണ് ഭണ്ഡൻ പ്രയോഗിച്ചത്. ദേവി ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ചു, അഭയാസ്ത്രം പ്രയോഗിച്ചു. അടുത്തതാണ് മഹാരോഗാസ്ത്രം. രാജയഷ്മാവ്, ക്ഷയം മുതലായിരിക്കുന്ന മഹാരോഗങ്ങൾ ദേവിയുടെ സേനകൾക്ക് വരുന്ന അസ്ത്രമാണ് മഹാരോഗാസ്ത്രം. ഈ സമയത്ത് ദേവി എന്ത് ചെയ്തു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാമത്രയാസ്ത്രം പ്രയോഗിച്ചു. നാമത്രയം എന്ന് പറഞ്ഞാൽ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. വിഷ്ണു സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നാമങ്ങളാണ് അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ഈ മന്ത്രം കൊണ്ടാണ് ധന്വന്തരി മന്ത്രം രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും മാറും. വിഷ്ണു ഭഗവാൻ 4 കൈകളോടുകൂടിയാണ് ധന്വന്തരി രൂപത്തിൽ അവതരിച്ചത്. മുകളിൽ 2 കൈകളുണ്ട്, ശംഖചക്രമുണ്ട്. താഴെ ഒരു കൈയിലാണ് അമൃതകുംഭം, ഒരു കൈയിൽ അട്ടയാണ് പിടിച്ചിരിക്കുന്നത്. ചോര, ദുഷിച്ച രക്തം വലിച്ചെടുക്കുന്ന അട്ടയെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ഈ ദേവത.
3 തരത്തിലുള്ള ഉപാധികളാണ് കയ്യിലുള്ളത്. ഒന്ന് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് പച്ചമരുന്നായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് അട്ടയായിട്ട് വന്നിട്ടുണ്ട്. ആ അട്ടയായി വന്നതിനാണ് പ്രാധാന്യം. വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള, ധന്വന്തരി മൂർത്തിയുടെ കയ്യിലുള്ള അട്ട എൻ്റെ രോഗങ്ങളാകുന്ന, എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, ക്യാൻസറുണ്ട്, എല്ലാ രോഗങ്ങളും എനിക്കുണ്ടെങ്കിൽ എൻ്റെ രോഗങ്ങളാകുന്ന ദുഷിച്ച രക്തത്തെ ധന്വന്തരി ഭഗവാന്റെ കയ്യിലുള്ള അട്ട ആ ദുഷിച്ച രക്തത്തെ വലിച്ചെടുക്കുന്നു എന്ന സങ്കല്പത്തോടുകൂടി അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന മന്ത്രം ജപിച്ചാൽ മതി. അല്ലെങ്കിൽ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാന ആശുധന്വന്തരേ ഹരേ, ഈ മന്ത്രം ജപിച്ചാൽ മതി. ഈ 3 ദേവതമാരെ ദേവി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. മഹാരോഗാസ്ത്രം ഭണ്ഡൻ പ്രയോഗിച്ച സമയത്ത് ദേവി ഈ 3 ദേവതമാരെ സൃഷ്ടിക്കുകയും അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു, ഈ സേനയുടെ രോഗം മുഴുവൻ മാറ്റിക്കൊടുക്കുക. ഈ 3 ദേവതമാരാണ് ഇവരുടെ രോഗത്തെ മാറ്റിയത്. ഈ മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മളുടെയും രോഗങ്ങൾ മാറ്റാൻ പറ്റും. അടുത്തതാണ് ആയുർനാശാസ്ത്രം. ആയുസ്സിനെ നശിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്ന അസ്ത്രം. ആ സമയത്ത് ദേവി കാലസംഘർഷണീ മഹാസ്ത്രത്തെ പ്രയോഗിച്ചു. ആസുരാസ്ത്രം അവസാനം 10ാമത്തേതായി ഭണ്ഡൻ പ്രയോഗിച്ചതാണ് ആസുരാസ്ത്രം. ഈ ആസുരാസ്ത്രം പ്രയോഗിച്ച സമയത്താണ് ഉള്ള അസുരന്മാർ മുഴുവനും ജനിച്ചത്. മധു, കൈടഭൻ, ശുംഭൻ, നിശുംഭൻ, ചണ്ഡൻ, മുണ്ടൻ, ധൂമ്രലോചനൻ, രക്തബീജൻ, മഹിഷൻ, ഭണ്ഡൻ എല്ലാവരും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പുറത്തേക്ക് വന്ന സമയത്ത് ദേവി അട്ടഹാസത്തോടുകൂടി ശബ്ദമുണ്ടാക്കിയ സമയത്താണ് സാക്ഷാൽ ദുർഗാദേവി അവതരിച്ചത്. ആ ദുർഗാദേവിയാണ് ഈ 10 അസുരന്മാരെ കൊല്ലുന്നത്. ഈ ഒരു വിഷയമാണ് ദുർഗാ സപ്തശതി ദേവി മഹാത്മ്യത്തിൽ മഹർഷി രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇതാണ് ദേവി മഹാത്മ്യം. അവസാനം മൂകാസ്ത്രം പ്രയോഗിച്ചു ഭണ്ഡൻ. മൂകരായി ശക്തിസേനകളുടെ ശബ്ദം നശിച്ചു, അവർക്ക് സംസാരിക്കാൻ പറ്റാതെയായി. ഈ സമയത്ത് വാഗ്വാദിനി എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചു. ഇത് ലളിതോപാഖ്യാനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അടുത്തത് തസ്കരാസ്ത്രം. വേദങ്ങൾ മുഴുവനും മോഷ്ടിച്ചെടുത്തു. ആ സമയത്ത് വലത്തെ കൈയിൻ്റെ പെരുവിരലിൽ നിന്നും ആദിനാരായണമൂർത്തിയെ സൃഷ്ടിച്ചു ദേവി. ആ ദേവതയാണ് ജ്ഞാനത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ദേവത. വേദങ്ങളെ സ്വീകരിച്ചു. അടുത്തത് അർണവാസ്ത്രം, സാഗരാസ്ത്രം. എല്ലാം ജലത്തിൽ മുങ്ങി. ദേവിയുടെ സേന മുഴുവനും ജലത്തിൻ്റെ അകത്തായി. ഈ സമയത്ത് വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ കൂടിയാണ് ആദികൂർമ്മത്തെ സൃഷ്ടിച്ചത്. ആ ആദികൂർമ്മമാണ് ഈ ദേവതാസൈന്യങ്ങളെ പൊക്കിക്കൊണ്ടുവന്നത്. അടുത്തത് ഹിരണ്യാക്ഷ മഹാസ്ത്രത്തെ പ്രയോഗിച്ചു. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസ്ത്രം നടുവിരൽ നഖത്തിൽ നിന്നും ആദിവരാഹമൂർത്തിയെ സൃഷ്ടിച്ചു. ഹിരണ്യാക്ഷനെ കൊന്നു. അനേകം ഹിരണ്യാക്ഷന്മാരെ, ഹിരണ്യകശിപുമാരെയാണ് ഭണ്ഡാസുരൻ സൃഷ്ടിച്ചത്. ആ എല്ലാ അസുരന്മാരെയും നരസിംഹം എന്ന് പറയുന്ന മൂർത്തിയാണ് കൊന്നുകളഞ്ഞത്. മഹാബലീന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. വലത് ചെറുവിരലിൽ നിന്നും വാമനമൂർത്തിയെ ഉത്ഭവിപ്പിച്ചു. മഹാബലിയും വാമനമൂർത്തിയും തമ്മിൽ. അവസാനം മോഹാസ്ത്രം പ്രയോഗിച്ചു ഭണ്ഡൻ. മൊത്തം 20 അസ്ത്രങ്ങളാണ് ഭണ്ഡാസുരൻ പ്രയോഗിച്ചത്. ഈ മോഹാസ്ത്രം പ്രയോഗിച്ച സമയത്ത് ദേവി ശാംഭവാസ്ത്രം പ്രയോഗിച്ചു. ഈ 20 അസുരന്മാരും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ളവരാണ്. ഈ അസുരന്മാർ നമ്മളെ കൊണ്ട് നമ്മളുടെ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ സാധ്യമാകുന്നില്ല. ഇത് നശിപ്പിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം തന്നെ ഉണ്ടായിരിക്കണം. 20 അസ്ത്രങ്ങളും സാധകനിൽ സാധനാ കാലഘട്ടത്ത് സംഭവിക്കുന്ന വിഘ്നങ്ങളാണ്, ആ അജ്ഞാനങ്ങളാണ്. അതിന് ഭഗവതിയുടെ അനുഗ്രഹം തന്നെ വേണം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധകനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭക്തനായിരിക്കുന്ന ഉപാസകനായിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അകത്തിരിക്കുന്ന ഈ 20 അസുരന്മാരെയും മോചിപ്പിക്കുവാൻ സാധ്യമാവുകയുള്ളൂ.